2024 ഞാൻ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് പടം. ആവറേജ് പടം എന്ന് ഞാൻ പറയുള്ളൂ. എനിക്കൊരു ഇലവറേജ് ഫീലാണ് എന്റർടൈനറാണ്. യാതൊരു ലാഗ് അങ്ങനൊന്നുമില്ല. പടത്തിൽ എന്തോ ഉണ്ട്. ആ പടത്തിൽ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ഫോർ എ ചേഞ്ച് ലിജോയുടെ സ്ഥിരം ഫോമിലുള്ള ഒരു മാറ്റമാണ്. ഒരു അഭിനയത്തിന് നെടുന്തൂറെന്ന് തന്നെ പറയുമ്പോൾ ഒരു ഗംഭീര സിനിമ കാണാൻ സാധിച്ചു. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് അതിൽ പറഞ്ഞാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം, അത് മനുഷ്യർ തമ്മിലാണ് സ്നേഹിക്കുന്നത്, അതാണ് രാജ്യങ്ങളാണ്. ഒരു ഗംഭീര സിനിമ കാണാൻ സാധിച്ചു. ഗംഭീരെന്ന് പറയല്ല, അതിലും ഗംഭീരമാണ് സിനിമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനഗണമനയ്ക്ക് ശേഷം ഒരു മൂവി ഇദ്ദേഹത്തിന്റെ ഇത്രയും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവി കാണാൻ സാധിച്ചു. ഇതിനകത്ത് നിവിൻ പോളിക്കാണെങ്കിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തേക്കണേക്കാളും നമുക്ക് ഈ സിനിമയിലൂടെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലത്തെ വേഷങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സലിം കുമാറായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം ആ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് നിന്റെ മോൻ രാജ്യസ്നേഹിയാണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരും കൈയടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങോട്ടാണ് സിനിമ പോകണമെന്നൊരു ലക്ഷ്യമില്ലാണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയിലേക്ക് പോകുന്നു. അവിടെ കുറെ കാര്യങ്ങള് ഏറ്റവും അവസാനം കണ്ണിയിലാർത്തുന്ന കരഞ്ഞു പോകുന്ന കുറെ സീൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം സംവിധാനം തുറന്നു കാണിച്ചു. രാഷ്ട്രീയം എല്ലാവർക്കും കാണിക്കാൻ പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് അദ്ദേഹം തുറന്നു കാണിച്ചു. അതിന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുവാണ്. ഇനിയെങ്കിലും മലയാളികൾ പഠിക്കട്ടെ. പിന്നെ കൊറോണ സമയത്ത് നമ്മൾ അനുഭവിച്ച കുറെ ദുരന്തങ്ങളൊക്കെ ഉണ്ട്. അത് ഈ സിനിമയോട് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതെല്ലാം മലയാളികൾ മറന്നു കേട്ടോ. എന്നാലും ഒരു കാര്യം പറയാണ്, എവിടെ ഫസ്റ്റ് ഹാഫ് എന്റർടൈനറാണ്. യാതൊരു ലാഗ് അങ്ങനൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് സെന്റിമെന്റ്സ് ആണ്. നിവിന്റെ ശക്തമായ തിരിച്ചറിവാണ്. ശേഷം നിവിൻ കോമഡി മാത്രമായിട്ടായിരുന്നു. കോമഡി എല്ലാ എലമെന്റ്സും ഉണ്ട്. കോമഡിയാണ് മെയിൻ ഫസ്റ്റ് ഹാഫിൽ. ഇനി അപ്പോൾ തന്നെ നല്ലൊരു രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് സീരിയസ് ടോപ്പിക് ഉണ്ട്. അത് ബോർഡിക്കാൻ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഭാവി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ജനഗണമന അങ്ങനത്തെ ബോർഡായിരുന്നു. എല്ലാം കൂടി നല്ല മൂവിയാണ്. നല്ല എന്റർടൈനറുമാണ്. മെസ്സേജ് എടുത്തു വരാൻ നിവിന്റെ ശക്തമായി തിരിച്ചറിവും. നിവിന്റെ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരികയാണ്. 2024 ഞാൻ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് പടം മലയാളി ഫ്രം ഇന്ത്യ. ടൈറ്റിലിനോട് ഭയങ്കരമായിട്ട് നീതി പുലർത്തിയ ഒരു പടമാണ്. കാരണം എല്ലാ മലയാളികൾക്കും ഒരു ഗൂസ് ബമ്പ് കിട്ടുന്ന കുറെ മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. എസ്പെഷ്യലി നിവിൻ ഓൾറെഡി കംബാക്ക് വന്നതാണ്. ഒന്നും കൂടി ഒരു തിരിച്ചുവരവ് നിവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു പുതിയൊരു കോമ്പോനും കൂടി കിട്ടി. നിവിൻ ധ്യാൻ എന്നുള്ളൊരു കോമ്പോ. യൂഷ്വലി നമ്മൾ നിവിൻ അജു എന്നുള്ളൊരു കോമ്പോ ആയിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് നിവിൻ ധ്യാൻ എന്നുള്ളൊരു കോമ്പോ ഉണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ജെക്സ് പൂജോയുടെ കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമുക്ക് പല നോർമൽ മൊമെന്റ്സ് പോലും നമുക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് കിട്ടുന്നത് ആ ബീജിയത്തിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടിട്ടാണ്. പിന്നെ ഷാരിസ് മുഹമ്മദിന്റെ അടിപൊളി എഴുത്തും ഡിജോയുടെ അടിപൊളി ഡയറക്ഷനും കൂടി കൂടിയപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ 2024 അടുത്തൊരു ഹിറ്റാണ്. നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമ. കാരണം തുറമുഖം 1983 വർഷങ്ങൾക്ക് ശേഷം മികച്ച ഗംഭീരമായിട്ടുള്ള അഭിനയം വരുന്നതാണ്. ഒരു അഭിനയത്തിന് നെടുന്തൂറെന്ന് തന്നെ പറയാൻ പോലെ എന്താണ്. പിന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ്സാണെങ്കിലും വ്യത്യസ്ത പറഞ്ഞ അഭിനയത്തിന്റെ വേറിട്ട മുഖത്തിലൂടെ കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ ജനഗണമന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് എന്ന സംവിധാനത്തിന്റെ മികച്ച ഡയറക്ഷൻ സിനിമയ്ക്ക് വർക്കൗട്ട് പോകുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ നിർമ്മിക്കുക എന്നുള്ള നിർമ്മാതാവിനെ കുറിച്ചാണ്. നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മികച്ച നിർമ്മാണം സിനിമയ്ക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് സിനിമയ്ക്ക്. കാരണം ഓരോ കഥാപാത്രത്തിലൂടെ കഥ പറഞ്ഞു പോകുന്നത് വ്യത്യസ്ത പറഞ്ഞൊരു ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പൊ ബഡ്ജറ്റുള്ള സിനിമ ഒരിക്കലും ലിസ്റ്റിൻ സ്റ്റീഫന് കരിയർ അർഹിക്കുന്നു. അപ്പോ നീംപോളി എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്ത നിറഞ്ഞുള്ള അഭിനയ വിരുന്ന് തന്നെയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ എല്ലാവരും മസ്റ്റാർഡ് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഷാരിസ് ആൻഡ് ഡിജോ വരുമ്പോ ഒരു ബ്രാൻഡ്, അതൊരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണല്ലോ. ആ ഒരു റേറ്റിൽ തന്നെ കയറി കണ്ടത്. ഫസ്റ്റ് ഹാഫ് കൂടുതലും കുറച്ച് കോമഡീസും കുറെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മോക്ക് ചെയ്യുന്ന രീതിയിലുള്ളതും അത് എല്ലാവർക്കും നന്നായി കൊടുക്കുന്നുണ്ട്. ബട്ട് ഷാരിസിന്റെ റൈറ്റിംഗ് പിന്നെ അറിയാലോ. ധ്യാന്റെയും നിവിന്റെയും കോംബോ വാസ് ഗുഡ്. പിന്നെ ചെറിയൊരു കാര്യം അതൊരു വലിയായി മാറുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഹാഫും ഈ മീറ്റർ ലൈക്ക് ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ റിലൈവ് പോണെന്ന്. ബട്ട് ഫോർ എ ചേഞ്ച് ഡിജോയുടെ സ്ഥിരം ഫോമിലുള്ള ഒരു മാറ്റമുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷണൽ ആണ്. ഒരു പാകിസ്ഥാനി ആളും ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു മലയാളി തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു നല്ല ഫീൽ വരുന്നുണ്ട്. ആൻഡ് ഒരു മെസ്സേജും ലൈക്ക് പഠിത്തത്തെ പറ്റിയും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ളത്. ചില രണ്ടു മൂന്ന് സീൻസിൽ ചെറിയ ക്രിഞ്ച് പോലെ തോന്നിയില്ല. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആൻഡ് നിവിന്റെ ഒരു നല്ല ലൈക്ക് നിവിന്റെ എല്ലാ ജോണറും, ഒരു കോമഡി ആയാലും ഇമോഷണൽ ആയാലും നിവിന് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ
അത് നന്നായി വർക്കൗട്ടായിരുന്നു. സോ ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് വൺ, ബട്ട് നോട്ട് ദ ബെസ്റ്റ് ഫ്രം ദം, ബട്ട് ഇറ്റ്സ് എ ഗുഡ് വൺ. ഒരു ആവറേജ് പടം എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫ് ലാഗ് ആണ് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് കോമഡിയാണ് സെക്കൻഡ് ഹാഫിലെ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇമോഷണൽ ആണ്, അത്രേ ഇതേ ഉള്ളൂ. ഫാമിലി ആണ്. ന്യൂമോളി നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. ധ്യാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പേഴ്സണലി എനിക്ക് ധ്യാനാണ് ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിരുന്നു അവരുടെ രണ്ടുള്ള കോമ്പോ. അതിഗംഭീര മൂവിയാണ്. കാരണം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് പിന്നെ പാട്ടുകളും സീനുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ ആയിരിക്കുമോ. പക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യാതിരുന്നത്. ഇന്നലെ ഇറങ്ങിയ ഒരു റിലീസ് സീസണിലൂടെ നമുക്ക് മനസ്സിലായി ഈ പടത്തിൽ എന്തോ ഉണ്ട്. ആ പടത്തിൽ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. നമ്മളിപ്പോൾ പറയും പൊളിറ്റിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ, പക്ഷെ എല്ലാവരും ഒരു അടച്ച മുറിക്കുള്ളിൽ സംസാരിക്കുന്ന പല സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം വളരെ ഓപ്പൺ ആയിട്ട് വളരെ ധൈര്യത്തോടെ. കാരണം ചില സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ അടിക്കുമ്പോൾ മർമ്മത്തടിക്കണം എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ഈ കഥ. കോളിനെല്ലാവർക്ക് ശക്തമായിക്കോളും. ഇതിനിടയ്ക്ക് വിവാദങ്ങൾ ഇതുണ്ടാവും. പക്ഷെ ഈ സിനിമയിലെ ഒരു വേർഡ് തന്നെ ഞാൻ കഥ എടുക്കണം. അങ്ങനെ ഒരു വിവാദങ്ങൾ ഉണ്ടായാലും അതൊക്കെ അടക്കി നിർത്താൻ ഈ നാടിന് കഴിവുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഇപ്പൊ പാടിപ്പോയാൽ നമ്മൾ പറഞ്ഞുതരാം മലയാളി ഫ്രം ഇന്ത്യ, മലയാളികളെ പേരും കൂടി കളയാൻ വേണ്ടിയിട്ട് ആ പേരിട്ട്. പക്ഷെ ഒരു മലയാളി എന്ന രീതിയിൽ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്നത് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിമാനം കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ മലയാളിയല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് അതിന്റെ കഥയും ആ എഴുത്തും എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഏതൊരു മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിഗമ്പൂടിയുടെ ശക്തമായ തിരിച്ചുവരവ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എക്സ്റ്റൻഡഡ് കാമിയോയിൽ വളരെ ഗംഭീരം. ഞാൻ തന്നെ പല റിവ്യൂകൾ പറഞ്ഞിട്ടുണ്ട്, അത് ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു ഇതിന്റെ പുറകിലുള്ള ഒരു കഥയല്ല, സിനിമയുടെ കഥയിലാണ് ഇതിന്റെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അതിഗംഭീര ചിത്രമായിരിക്കും. എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പേരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ വിവാദങ്ങളിലേക്കും ഈ സിനിമ പോകുമെങ്കിലും അതിന്റെ ഓരോരോ ആൾക്കാരും കണ്ടു വിജയിപ്പിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ് മലയാളി സിനിമ. മസ്റ്റ് വാച്ച് മൂവിയാണ്. എനിക്കൊരു ബിലവറേജ് ഫീലാണ് തോന്നിയത്. പേഴ്സണലി എനിക്ക് അത്ര വർക്കൗട്ടായില്ല. ഞാൻ കോമഡി കൂടുതൽ പ്രതീക്ഷിച്ചു, പക്ഷെ കോമഡി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നോട്ട് അത്ര സീരിയസ് അല്ല പടം. ഇങ്ങനെ ഇടയ്ക്ക് കോമഡി ഇടയ്ക്ക് സീരിയസ് എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുക. പക്ഷെ കോമഡി ഭയങ്കര ഒട്ടും വർക്കൗട്ടായില്ല. കുറെ ക്രിഞ്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ഈ ഫസ്റ്റ് ഹാഫ് പേഴ്സണലി ഭയങ്കര ബോറായിരുന്നു. കാരണം ഈ കോമഡിയും സീരിയസും ഇങ്ങനെ മാറി മാറി വന്ന് ഒന്നും തന്നെ പേഴ്സണലി വർക്കൗട്ടായില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോ ഫസ്റ്റ് ഹാഫിലെ സീൻസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ആ സ്റ്റോറി അപ്പാടെ മാറി വേറെ അങ്ങോട്ട് പോയി. ഈ ഹിന്ദിയിലെ ബച്ചരംഗി വായിച്ച മൂവി ഉണ്ട്, അതിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആക്കിയെന്ന് പറയാം. പക്ഷെ അതിനകത്ത് കിട്ടിയ ഒരു പകുതി ഫീൽ പോലെ എനിക്ക് പേഴ്സണലി ആയിട്ട് തോന്നിയില്ല. അവര് കുറെ മതസൗഹൃദം പറഞ്ഞ് കുറെ കോമഡി സീൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ചിരിയാണ് വന്നത്. പേഴ്സണലി കുറെ പേരൊക്കെ കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പത്തിന് എനിക്ക് തോന്നിയില്ല. ഒരു ബിലാറേജ് പടം ലാസ്റ്റ് കുറെ ഡ്രാഗ് ചെയ്ത് എന്തൊക്കെ തട്ടിക്കുട്ടി അവസാനിപ്പിച്ചു. ജസ്റ്റ് ഒരു വൺ ടൈം വേണമെങ്കിൽ കാണാം. പോസിറ്റീവായിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് നീമ്പോളി ഒരു സ്റ്റാർട്ടിങ് വന്നപ്പോ കുറച്ച് ബോറായിട്ട് തോന്നി. പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആണ്. ഒരു ഫീൽ ഗുഡ് ടൈപ്പ് രീതിയിലാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് കുറച്ച് ഓക്കെ പെർഫോമൻസ് ആണ്. ബാക്കി അധികം എനിക്ക് അങ്ങനെ നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നില്ല. ഈ സ്ക്രിപ്റ്റ് പോരാ, ശരിക്കും ഒരു എൻഗേജിങ് ആയിരുന്നില്ല. നല്ല പടമായിരുന്നു, എന്റർടൈനിങ് ആണ്. നമ്മുടെ മൂഡ് സ്വിങ് ആവും. ചിരിന്ന് നല്ല ചിരിന്ന് മെല്ലെ 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 കരച്ചിലേക്ക് പോകുന്നത്. പടം കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. എന്താ പടത്തിനെ പറ്റി നൈസ് മൂവ്. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് അതിൽ പറഞ്ഞാണ്. ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കലി സംസാരിക്കുന്ന പടമാണോ? പൊളിറ്റിക്കലി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. കേരളത്തിന്റെ ഒക്കെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെയാണ്. അല്ല, ഇതിന് മുന്നുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജനഗണമനയാണ് വ്യത്യാസമുണ്ടല്ലേ? അല്ല, അതുപോലെ സംസാരിക്കുന്നുണ്ടോന്ന് ഇന്ത്യയിലെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നിമ്പോളിൽ ഒരു തിരിച്ചുവരവാണ്. നമ്മളതിനെ എവിടേക്കും പോയിട്ടൊന്നുമില്ലല്ലോ. നൈസ് മൂവി. തെറ്റില്ലാത്തൊരു പടവും. എന്തായാലും ഡിജോന്റെ നല്ലൊരു വ്യത്യസ്തത. നമ്മൾ ജനഗണമന എന്ന പടം പറഞ്ഞതിൽ വേറൊരു രീതിയിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിലെടുത്ത്. ഇത് എനിക്ക് തോന്നിയത് ഈ പടം കണ്ടിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം, അത് മനുഷ്യർ തമ്മിലാണ് സ്നേഹിക്കുന്നത്, അതാണ് രാജ്യങ്ങളാണ്. ആ ഒരു ഐക്യം നിലനിർത്തി കൊണ്ടുപോകേണ്ട എങ്ങനെയാണെന്നുള്ളത് ഒരു ആ കഥാതന്തു എന്തായാലും വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ
നമ്മള് രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് കുറച്ച് കഥ വന്നിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മെ കണ്ട് നമ്മുടെ ചുറ്റും കണ്ടുപോയ കഥാപാത്രങ്ങളൊക്കെ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വ്യത്യസ്തമായിട്ട് പറഞ്ഞ മഞ്ചപ്പിള്ള ചേച്ചിയുടെ കാരണം KP സുരേഷ് ചേച്ചി നമ്മൾ എന്ന് വിട്ടുപോയെങ്കിലും അമ്മ എന്ന കഥാപാത്രത്തിലൂടെ മഞ്ചപ്പിള്ള ചേച്ചി നന്നായിട്ട് നിവിൻപോളിയുടെ അമ്മയായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ധൈര്യം വന്ന് കാണാം ഈ പടം.